10 ജോലികൾ ഇത്ര അപകടകരമോ? ഏവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. AC-യിൽ ഇരുന്നു കൊണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ചിലർ തങ്ങളുടെ ജോലി വളരെ ടഫാണെന്ന് അവകാശപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ടഫാണെന്നതിനു പുറമെ അപകടം പിടിച്ച മറ്റ് ചില ജോലികളുണ്ട് ലോകത്ത്. അപകടം പിടിച്ച 10 ജോലികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1, വർക്കേഴ്സ് ഓൺ ക്രൈസ്റ്റ് റെഡീമർ സ്റ്റാച്യു. വളരെയധികം വലിപ്പത്തിലും ഉയരത്തിലും സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയിൽ വർക്ക് ചെയ്തവരെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇടിമിന്നലുകൾ മുഖേനയുണ്ടാകുന്ന നാശങ്ങളാണ് കൂടുതലുണ്ടാവുക. പ്രതിമയുടെ അഗ്രഭാഗങ്ങളിലാണ് കൂടുതലും പൊട്ടിപ്പോകുന്നത്. ഇത് പുനഃസ്ഥാപിക്കൽ വളരെ അപകടം പിടിച്ചതും ബുദ്ധിമുട്ടേറിയതുമാണ്. കാരണം 600 മീറ്ററിൽ പരം ഉയരത്തിൽ പ്രതിമയുടെ വിരലിലും മറ്റും പണിയെടുക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. പുറംഭാഗത്തെ പണികൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ തൂങ്ങിക്കിടന്ന് വേണം ജോലി ചെയ്യാൻ. പുറമേ തൂങ്ങിക്കിടന്നുകൊണ്ടും അതിശക്തമായ കാറ്റിനെ അതിജീവിച്ചുകൊണ്ടും ജോലി ചെയ്യേണ്ടി വരുന്നത് ഇത്ര അപകടം പിടിച്ചതാണ് അല്ലേ? അറ്റഭാഗങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ തെന്നിപ്പോകാനും പ്രതിമയിലിടിച്ച് അപകടം പറ്റാനും സാധ്യത കൂടുതലാണ്. ജോലി ചെയ്യുന്ന സമയത്ത് ഇടിമിന്നലുകൾ അപ്രതീക്ഷിതമായി വന്നാൽ ഭീകരമായ അപകടം സംഭവിക്കും. സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ഇത് പോരാതെ വരും. 2008 ഫെബ്രുവരി 10-നുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ പ്രതിമയുടെ പല ഭാഗങ്ങൾക്കും നാശമുണ്ടായി. പുനഃസ്ഥാപനം വളരെ അപകടം പിടിച്ച പണിയായതുകൊണ്ട് പല കൺസ്ട്രക്ഷൻ വർക്കേഴ്സും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി. നമ്പർ 2, ഇലക്ട്രിക്കൽ വർക്കേഴ്സ്. ഹൈ റിസ്കി ജോബ്സിൽപ്പെട്ട മറ്റൊന്നാണ് ഇലക്ട്രിക്കൽ ജോബ്സ്. നമ്മുടെ രാജ്യത്തെ ഇലക്ട്രിസിറ്റി നോക്കി നടത്തുന്ന ഇവർ തീർച്ചയായും ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അപകടങ്ങൾ നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ്. 1,00,021 പേരുടെ ജീവൻ എടുക്കുന്ന ഒരു മേഖലയാണിത്. ഹൈ പവർ ഇലക്ട്രിക് കമ്പികൾ എത്ര ഉയരങ്ങളിലായിരിക്കുമെന്ന് നമുക്കറിയാം. 100 കണക്കിന് മീറ്റർ ഉയരെ ജോലി ചെയ്യുന്നത് എത്ര അപകടം നിറഞ്ഞതാണെന്ന് നമ്മൾ കണ്ടുവല്ലോ. തടി കുറഞ്ഞ കമ്പികളായതുകൊണ്ട് നിന്ന് ജോലി ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയും തൂങ്ങിക്കിടന്നുകൊണ്ട് വേണം ജോലി ചെയ്യാൻ. അതിനു പുറമെ മനുഷ്യനെ കരിച്ചു കളയാൻ സാധിക്കുന്ന കരണ്ട് കൂടിയാകുമ്പോഴോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കരണ്ട് എത്രത്തോളം അപകടമാണ് അല്ലേ? എന്നാൽ ഹൈ പവർ സ്റ്റേഷനുകളിലെ കരണ്ട് കിലോ വാട്ടുകളായിരിക്കും. വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെറിയൊരു പിഴവ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നമ്പർ 3, ക്ലീനിങ് വർക്കേഴ്സ്. പ്രത്യക്ഷത്തിൽ തോന്നില്ലെങ്കിലും അപകടം ഒളിഞ്ഞു കിടക്കുന്ന ഒരു ജോലിയാണിത്. ക്ലീനിങ് എത്രത്തോളം വലിയ ജോലിയാണെന്ന് സിറ്റികളിലെ ഓടകളിൽ നോക്കിയാൽ അറിയാം. കാരണം അതിനുള്ളിൽ കടക്കുവാനും ജോലി ചെയ്യാനും നമ്മളൊക്കെ ഭയക്കുകയും അറയ്ക്കുകയും ചെയ്യും. എന്നാൽ മാലിന്യവും മലമൂത്രവും മറ്റ് കച്ചറകളും ഒക്കെ ചേർന്ന് കെമിക്കൽ റിയാക്ഷൻ നടന്ന് വളരെയധികം വിഷവാതകങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഭൂരിഭാഗം പേർക്കും ഇതിനെപ്പറ്റി ധാരണയുണ്ടാവില്ല. ഇവർ ഗ്യാസ് മാസ്ക് ധരിക്കാതെയാണ് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇത് അപകടം വിളിച്ചു വരുത്തുന്നു. ക്ലീനിങ്ങിനിടയ്ക്ക് മരിച്ച വാർത്തകൾ നമ്മൾ ദിവസേന കാണാറുണ്ട്. ഇവർ നമുക്ക് വേണ്ടി ദുർഗന്ധവും മറ്റും ഒഴിവാക്കി തരുന്നു. എന്നാൽ നല്ലപോലെ ശ്വസിക്കാൻ പോലും കഴിയാതെ ജീവൻ പണയപ്പെടുത്തിയാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇവർ കൂടുതൽ റെസ്പെക്റ്റ് അർഹിക്കുന്നു അല്ലേ? നമ്പർ 4, സ്റ്റണ്ട്മാൻ. നമ്മൾ ആസ്വദിക്കുന്നതും എന്നാൽ ചെയ്യുന്നവർക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളതുമായ ഒരു ജോബാണിത്. ചില സിനിമകളിലെ സ്റ്റണ്ട് സീനൊക്കെ കണ്ട് നമ്മൾ അതിശയിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനു പുറകിലെ സ്റ്റണ്ട്മാൻ്റെ പ്രയത്നവും അധ്വാനവും നാം അറിയാതെ പോകുന്നു. ഇവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ ഷോട്ടും എടുക്കുന്നത്. ഉയരങ്ങളിൽ നിന്ന് ചാടുക, ബൈക്ക് സ്റ്റണ്ട്, ഫൈറ്റ് സീൻസ് എന്നിവയിലൊക്കെ നായകന് പകരം ഡ്യൂപ്പ് ചെയ്യുന്ന ജോലിയാണിത്. നായകന് മാത്രം പ്രാധാന്യം നൽകുന്ന ചില നിർമ്മാതാക്കൾ ഇവർക്ക് ചെറിയ പരിഗണന മാത്രമാണ് കൊടുക്കാറ്. ചില സമയങ്ങളിൽ വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇല്ലാതെ ആണ് ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഇത് മുഖേന പലപ്പോഴും സാരമായ പരിക്കേൽക്കുകയും ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ജാക്കി ചാൻ പോലുള്ള നടന്മാർ സീനുകൾക്ക് ആവശ്യമായ പെർഫെക്റ്റ് ഷോട്ടുകൾക്കായി ഡ്യൂപ്പില്ലാതെയും വേണ്ട സേഫ്റ്റി ഇല്ലാതെയുമാണ് ചെയ്തിരുന്നത്. ജാക്കി ചാന് പരിക്കേറ്റ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. നമ്പർ 5, സെർച്ച് ആൻഡ് റെസ്ക്യൂ. സെർച്ച് ആൻഡ് റെസ്ക്യൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊടുങ്കാടുകൾ, ഉയർന്ന പർവ്വതങ്ങൾ, നദികൾ അല്ലെങ്കിൽ കടൽ, ഇവിടെയൊക്കെ ആളുകൾ വൈബ് തേടി പോകുന്ന സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസും റൂൾസും
ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. അത് എത്രത്തോളം അപകടം പിടിച്ചതും റിസ്ക്കുമാണെങ്കിലും ഇവരെ റെസ്ക്യൂ ചെയ്യലാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ജോലി. പലപ്പോഴും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ഉള്ളേരിയകളിലും അപകടം സംഭവിക്കാറുണ്ട്. പക്ഷേ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ഇവരെയൊക്കെ രക്ഷിക്കുന്നത്. കാശ്മീരിലും ഉത്തരാഖണ്ഡിലുമൊക്കെ നമ്മുടെ സൈന്യം പലയിടങ്ങളിലായി കുടുങ്ങിക്കിടങ്ങുന്ന കോടിക്കണക്കിന് ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. നമ്പർ 6, ലാൻഡ് മൈൻ റിമൂവേഴ്സ്. ലാൻഡ് മൈൻ റിമൂവിംഗ് എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ജോലികളിൽ ഒന്നാണിത്. എത്ര സേഫ്റ്റി കരുതിയാലും ചെറിയൊരു പിഴവ് വന്നാൽ പോലും മരണം സംഭവിക്കുന്ന ജോലിയാണ്. വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളവർ വരെ മരിച്ചു പോയിട്ടുണ്ട്. സ്ഫോടന വസ്തുക്കൾ ഭൂമിയിൽ കുഴിച്ചിടുകയും അതിനു മുകളിൽ എന്തെങ്കിലും വന്ന് വീണാൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഈ ലാൻഡ് മൈൻഡിൽ നിർവീര്യമാക്കലാണ് ലാൻഡ് മൈൻ റിമൂവേഴ്സിൻ്റെ ജോലി. ഇത് പലരുടെയും ജീവൻ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഒരു ചെറിയ പിഴവ് മതി, എൻ്റെ സ്കോഡ് തന്നെ ഇല്ലാണ്ടാകും. കണ്ടുപിടിക്കാൻ പ്രയാസമായതിനാലും ചെറിയ ചലനം പോലും സ്ഫോടനത്തിന് കാരണമാകുന്നത് കൊണ്ടും ഈ ജോലി വളരെ ദുഷ്കരമാകുന്നു. തീവ്രവാദികളാണ് ഇത് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത്. ലാൻഡ് മൈൻഡിൽ കണ്ടെത്താൻ ശ്രമിച്ച് അനവധി ധീര ജവാന്മാർ മരിച്ചിട്ടുണ്ട്. നമ്പർ 7, കെമിക്കൽ ആൻഡ് ഗ്യാസ് ഫാക്ടറി വർക്കേഴ്സ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഓർക്കുന്നില്ലേ? 5 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് പരിക്കേറ്റത്. 3000-ൽ പരം പേർ മരിക്കുകയും ചെയ്തു. കെമിക്കൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നത് എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇവിടുത്തെ വായു വിഷം കലർന്നതും മലിനവുമായിരിക്കും. ശുദ്ധവായു ശ്വസിക്കാതെ ജോലി ചെയ്യുന്നത് എത്രത്തോളം ഭീകരമാണെന്ന് ആലോചിച്ചു നോക്കൂ. ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ മാനസികവുമായും ഇത് ബാധിക്കുന്നു. ചെറിയ ലീക്കേജ് വരെ കൂടുതൽ ആളുകൾക്ക് അപകടം സൃഷ്ടിക്കുന്നു. സുരക്ഷയ്ക്ക് വേണ്ടി മുൻകരുതലുകൾ എടുക്കുമെങ്കിലും ഇവയൊന്നും വർക്കേഴ്സിന്റെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നില്ല. വായുവിൽ കലർന്നതായതുകൊണ്ട് ഏത് ചെറിയ ഭാഗത്തുകൂടിയും ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട്. നമ്പർ 8, മൈനേഴ്സ്. മൈനിങ് സൈറ്റുകളിൽ ജോലി ചെയ്യുന്നത് വളരെ അപകട സാധ്യതയുള്ളതാണ്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി മൈനിങ് സൈറ്റുകളിൽ അപകടം സംഭവിച്ച വാർത്തകൾ നാം ദിവസേന കേൾക്കുന്നതാണ്. ഇവിടെ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയാണ് ജോലി ചെയ്യുന്നത്. പലതരം രോഗങ്ങൾ വന്നുപെടും എന്നതാണ് അപകടം. ഭൂമിക്കടിയിലെ കാര്യമെടുത്താൽ ആവശ്യത്തിന് വായു ഇല്ലാതിരിക്കുകയും മറ്റു വിഷവാതകങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ചുറ്റും പല തരത്തിലുള്ള പൊടിപടലങ്ങൾ ഉള്ളതുകൊണ്ട് സുരക്ഷാ കവചങ്ങൾക്ക് ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കാം. ഭൂമിക്കടിയിലെ ചില സ്ഥലങ്ങളിൽ റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ഉണ്ടായതിനാൽ കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ജീവൻ വരെ അപകടത്തിലാക്കും. ചില സമയത്ത് അപ്രതീക്ഷിത വിസ്ഫോടനങ്ങൾ സംഭവിക്കുകയും ഇത് സാരമായി പരിക്കേൽക്കാനും ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകുകയും ചെയ്യുന്നു. മഴ വന്നാൽ വെള്ളം ഉള്ളിൽ കയറുകയും എന്നാൽ ഇത് വകവയ്ക്കാതെ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. ഉൾസമുദ്രങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇതിലും ദുഷ്കരമാണ്. വർണ്ണയൻ ലുംബർജാക്ക്. ലുംബർജാക്ക് എന്നാൽ മരം വെട്ടുന്ന ജോലിയാണ്. ഇതിലെ ആദ്യ അപകടം ഉയരങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുമെന്നതാണ്. നല്ല എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. മരം വെട്ടാൻ കോടാലികൾക്ക് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ട് വർക്ക് ചെയ്യുന്ന വാളുകളാണ്. തീർച്ചയായും ഇവ ജോലി എളുപ്പമാക്കുന്നുണ്ടെങ്കിലും അതിലേറെ അപകടകരവുമാണ്. ചെറിയൊരു പിഴവ് മാത്രം മതി മരം വെട്ടുന്ന ഇവ ജോലിക്കാരുടെ ശരീരഭാഗങ്ങൾ വെട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വെട്ടിയിടുന്ന മരക്കഷ്ണങ്ങൾ ഭാരമുള്ളതും ഉയരങ്ങളിൽ നിന്നുമായിരിക്കും തള്ളിയിടുന്നത്. ശ്രദ്ധയില്ലെങ്കിൽ താഴെയുള്ളവരുടെ മേൽ വീഴുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. നല്ല കാറ്റുള്ള സന്ദർഭങ്ങളിൽ ഈ ജോലി കൂടുതൽ ദുഷ്കരമാകുന്നു. നമ്പർ 10, ഫയർ ഫൈറ്റേഴ്സ്. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ ജനങ്ങൾ പോലീസിനെ വിളിക്കാൻ 100 തവണ ചിന്തിക്കും. എന്നാൽ ഫയർ ഫൈറ്റേഴ്സിനെ വിളിക്കാൻ ആരും മടിക്കാറില്ല. ആളിക്കത്തുന്ന ഭീകരമായ ഏത് തീയിൽ നിന്നും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നവരാണ് ഇവർ. വിശ്രമമില്ലാത്ത ജോലികളിൽ ഒന്നാണിത്. എല്ലാ ദിവസവും ഇവർക്ക് ജോലി ഉണ്ടാകും. എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകാത്ത ഒരു ദിവസമുണ്ടാകുമോ? ഉണ്ടാകില്ല അല്ലേ? ശാരീരിക ബുദ്ധിമുട്ടിന് പുറമെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മേഖല കൂടിയാണിത്. സങ്കടകരമായ കാര്യം മറ്റു പല ജോലികൾക്കും കിട്ടുന്ന അംഗീകാരവും പ്രചോദനവും ഈ ജോലിക്ക് കിട്ടുന്നില്ല എന്നതാണ്. സത്യത്തിൽ ഇവർ തീയുടെ നേരെ നിന്നുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്.
ഇവരെയും നമ്മുടെ സൂപ്പർ ഹീറോസിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. നാം നിസ്സാരമായി കാണാറുള്ള ചില ജോലികൾ വിചാരിക്കുന്നതിലേറെ കൂടുതൽ അപകടകരവും കാഠിന്യമേറിയവുമാണ്. പക്ഷേ ഇവർക്ക് അർഹതപ്പെട്ട അംഗീകാരം പലപ്പോഴും കിട്ടാതെ പോകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.